പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 14 തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽക്കാലം നമ്മളെ സൂക്ഷിച്ചു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നെ കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ മഹാകൃപയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു 119:71, കർത്താവിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരിക്കുന്നത് എനിക്ക് ഗുണമായി. തിരുനാമത്തെ 132 വാക്യം, തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്ന പോലെ കർത്താവ് എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. കർത്താവിൻ്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കും. കരമുയർത്തി ഒന്നുകൂടെ 7 പ്രാവശ്യം സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപ്പെടുത്തെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലായിരിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ ഉത്തരമരലാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അപ്പയുടെ അടുക്കൽ ഞങ്ങളായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. രോഗികളായി ആരെങ്കിലും ഈ പ്രഭാതി ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ്. ഉദര സംബന്ധമായ രോഗങ്ങൾ, ഉദരത്തിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഉദര സംബന്ധമായ രോഗങ്ങൾ, ഏത് തരത്തിലുള്ള രോഗങ്ങളാണെങ്കിലും ഉദരത്തിലുണ്ടായിരിക്കുന്ന രോഗത്തിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പൂർണ്ണ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉദരത്തിൽ ഉണ്ടാകട്ടെ. പൂർണ്ണ അത്ഭുതകരമായ വിടുതൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. അതുപോലെ സാമ്പത്തിക മേഖലകളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ, ദൈവിക ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി സാമ്പത്തിക വിഷയങ്ങളിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. കർത്താവെ, ജോലിയെ അനുഗ്രഹിക്കുന്നു, ജോലിയിൽ ഉയർച്ച കൊടുക്കണം. ബിസിനസ്സുകളെ അനുഗ്രഹിക്കുന്നു, അതിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണം. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബിസിനസ്സിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കട്ടെ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കട്ടെ. അവരുടെ ജോലിയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, ബിസിനസ്സിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കുഞ്ഞുങ്ങളുടെ സ്റ്റഡീസിനെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. തക്ക സമയത്ത് കാര്യങ്ങൾ നടക്കട്ടെ. വീട് പണിയുടെ കാര്യങ്ങൾ തക്ക സമയത്ത് നടക്കട്ടെ. കർത്താവെ, എല്ലാത്തിനകത്ത് ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. വലിയ മാറ്റങ്ങൾ, ആമേൻ, കർത്താവിൻ്റെ വേലയിൽ ഉയർച്ചയുണ്ടാകട്ടെ, മുന്നേറ്റമുണ്ടാകട്ടെ, ഉണർവുണ്ടാകട്ടെ. നാളെ മുതൽ തുടങ്ങുന്ന ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഗ്ലോബൽ പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അനേകരുടെ വിടുതലിനും ആമേൻ ദേശങ്ങളുടെ സൗഖ്യത്തിനും ഈ ഉപവാസ പ്രാർത്ഥനയും ഉപവാസവും കാരണമായി തീരുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞായർ മുതൽ വ്യാഴം വരെ, അതായത് നാളെ മുതൽ വ്യാഴാഴ്ച വരെ നമുക്ക് പ്രാർത്ഥനയും ഉപവാസവുമാണ്. എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ഗ്ലോബൽ പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് എന്നാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായി ലോകത്തിൻ്റെ എവിടെ നിന്ന് നിങ്ങൾ പങ്കെടുക്കുന്നവരാണെങ്കിലും ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. എല്ലാ ദിവസവും കർത്താവ് അനുവദിച്ചാൽ വൈകിട്ട് ഇന്ത്യൻ സമയം 9 മണിയോടുകൂടെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. അതിലും നിങ്ങൾ പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ എഫേസ്യ ലേഖനം നമുക്കെല്ലാം കാണാതറിയാവുന്ന 4-ാം അധ്യായം 26ഉം 27ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ പാപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ഇതാണ് ഈ വാക്യം. ഈ വാക്യം അപ്പോസ്തലനായ പൗലോസ് ആമേൻ ഈ എഫേസ്യ ലേഖനത്തിലൂടെ
ദൈവമക്കളെ, വിശ്വാസികളായ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. അതിനകത്ത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്, നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ യേശു നമ്മുടെ കർത്താവായി മാറുമ്പോൾ നമ്മുടെ ക്യാരക്ടറിനകത്താണ് ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് ഉണ്ടാകുന്നത്. ക്യാരക്ടർ മസ്റ്റ് ചേഞ്ച്. സ്വഭാവം മാറിയേ പറ്റുള്ളൂ. അതായത് നമ്മുടെ പഴയ സ്വഭാവങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പഴയ കയ്പ്, അൺകൺട്രോൾഡായിട്ടുള്ള കോപങ്ങളെ, മുൻകോപങ്ങളെ, അതുപോലെ ക്ഷമിക്കാനുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെ റിമൂവ്ഡ് ആകണം നമ്മുടെ ഉള്ളിൽ നിന്ന്. അതായത് ഓൾഡ് ക്യാരക്ടേഴ്സ്, പഴയ ക്യാരക്ടർ, പഴയ കാലം, പഴയ നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഈ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റപ്പെടണം. ഇതാണ് ഈ എഫേസ്യ ലേഖനം ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കോപം നമുക്കുണ്ടാകാം, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു വാണിംഗ് തരികയാണ്. അതായത് കോപത്തെ ഒരു പർട്ടിക്കുലർ ടൈമിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ആമേൻ. കോപം നമുക്കുണ്ടാകാം, പക്ഷേ കോപത്തെ ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ അപ്പുറത്തേക്ക് ഒരു ദൈവമക്കളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്താണ് വേദപുസ്തകം എന്തുകൊണ്ടാണ് അങ്ങനെ കോപം നീണ്ടു പോകരുതെന്ന് പറയാൻ കാരണം? ആമേൻ, ആമേൻ. അതായത് നമ്മുടെ ഉള്ളിൽ കോപം നീണ്ടു നിന്നാൽ അത് പതുക്കെ എന്തായി മാറാം? അത് കയ്പായി മാറാം, അതുപോലെ തന്നെ നീരസമായി മാറാം, വെറുപ്പായി മാറാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാകാൻ സാധ്യതയുണ്ട്? കയ്പും നീരസവും വെറുപ്പുമായി മാറാൻ സാധ്യതയുണ്ട്. കോപം നമ്മുടെ ഉള്ളിൽ ലോങ് ടൈം. ഇപ്പം നമ്മൾ പറയും ഇന്ന രോഗം കൂടുതൽ വെച്ചുകൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ ഇപ്പം ഒരു ശാരീരികമായ ഒരു ബുദ്ധിമുട്ട്, അപ്പം നമ്മൾ പറയുന്ന കാര്യം ഇത് കൂടുതൽ സമയം വെച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതുപോലെ തന്നെയാണ് കോപം നമ്മുടെ മനസ്സിൽ ഒരു പർട്ടിക്കുലർ ടൈമിന് അപ്പുറത്തോട്ട് വെച്ചുകൊണ്ടിരുന്നാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? കയ്പ്, അതിനുശേഷം നീരസം, പിന്നെ വെറുപ്പ്, ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മളെ പറയുന്നത്. അപ്പോൾ കോപം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ നമ്മൾ പിശാചിന് ആക്സസ് കൊടുക്കുകയാണ്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ. നമ്മുടെ മേഖലയിലേക്ക് പിശാചിന് നമ്മൾ വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കോപം കൂടുതലിരുന്നാൽ കോപം കൂടുതലിരിക്കുമ്പോൾ അത് നീരസം കൊണ്ടുവരും, കയ്പ് കൊണ്ടുവരും, വെറുപ്പ് കൊണ്ടുവരും. ഇത് പിശാചിന് നമ്മുടെ ഹൃദയത്തിനകത്ത് ആക്സസ് കൊടുക്കുക. നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറയുന്നവരാണ്. അപ്പോൾ ആ എതിർത്ത് നിൽക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ കോപം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പിശാചിന് ആക്സസ് കിട്ടുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് പിശാചിന് ഇടം കൊടുക്കരുത്, കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ പാപം വെച്ചുകൊണ്ടിരിക്കരുത് എന്നിട്ട് പറഞ്ഞു പിശാചിന് ഇടം കൊടുക്കും. ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ രാത്രിയിൽ നമ്മുടെ ഡോർ ശകലം അടയ്ക്കാൻ ബാക്കി വെച്ചു, നമ്മൾ അടച്ചു, ലോക്ക് ചെയ്തില്ല, ഒരു ശകലം തുറന്ന് കിടക്കുക. അതെന്ത് ചെയ്യും? കള്ളന്മാർക്കും അല്ലെങ്കിൽ ക്ഷുദ്രജീവികൾക്കും ഒക്കെ വീടിനകത്ത് പ്രവേശനം കൊടുക്കുന്നത് പോലെയാണ് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോപം. നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്നതായ കോപം അതെന്ത് ചെയ്യുന്നു? ശത്രുവിനെ വാതിൽ തുറന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ. സോ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഒരിക്കലും എന്തുണ്ടാകാൻ പാടില്ല? ഹൃദയത്തിനകത്ത് കോപം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതായത് നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ കോപം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പിശാച് എന്ത് ചെയ്യും? നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരും, ഡിവിഷൻ കൊണ്ടുവരും, നമ്മുടെ ആത്മീകമായി ബലഹീനമാക്കി കളയും. അത് എന്തിന്? പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള വഴിയായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കോപം വന്ന് കയറിയാൽ എന്ത് ചെയ്യണം? നമുക്ക് ഇമ്മീഡിയറ്റ്ലി ആ ദേഷ്യം വരും, അത് സ്വാഭാവികമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും തോറും ഈ കോപം എന്ത് ചെയ്യും? വർദ്ധിച്ചു വരും. അങ്ങനെ ആ ബന്ധം ഡാമേജ്ഡാകും, സമാധാനം നഷ്ടമാകും. ആമേൻ. നമ്മുടെ പ്രാർത്ഥന പോലും ഡിഫിക്കൽട്ടായി മാറും. സോ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളെ പറയുന്നത്? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ഒരു കോപം വന്നാൽ നമ്മളങ്ങ് റിലീസ് ചെയ്യുക, അതിനെ ക്വിക്കലി നമ്മൾ ഉപേക്ഷിക്കുക, നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും സമാധാനം മടങ്ങി വരുവാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു ഉപദേശമാണ്. ആമേൻ. ഇന്നലെ നമ്മളോട് പറഞ്ഞു കേൾപ്പാൻ വേഗത വേണം, ആമേൻ, പറയാൻ താമസം വേണം, കോപിക്കാനും താമസം വേണം. ഇന്ന് പറഞ്ഞു കോപിച്ചാൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുവോളം എന്ത് ചെയ്യരുത്? ആരോടെങ്കിലും നമുക്ക് കോപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഭാര്യയോടാകാം, ഭർത്താവിനോടാകാം, കുഞ്ഞുങ്ങളോടാകാം, പ്രിയപ്പെട്ടവരോടാകാം, കൂടെ ജോലി ചെയ്യുന്നവരോടാകാം, അയൽവാസിയോടാകാം, ഒരു സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പിശാചിന്
ഇടം കൊടുത്തു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോപങ്ങളെ റിസോൾവ് ചെയ്ത് കളയണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം തരുന്ന ജ്ഞാനം എന്ന് പറയുന്നത് വചനമാണ്. വിസ്ഡം, നമ്മൾ പറയും കർത്താവേ വിസ്ഡം തന്നെ, ഇതാണ് വിസ്ഡം, ഇത് ദൈവിക ജ്ഞാനമാണ്. ജീവിക്കിങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ കാണാൻ കഴിയും. ആമേൻ. നമുക്ക് കരങ്ങളെ ഉയർത്തി പറയാം, നമ്മുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. വി ആർ ബ്ലെസ്ഡ്. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, നാളെ മുതലാണ് ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുന്നത്. മറക്കല്ലേ കേട്ടോ. നാളെ രാവിലത്തെ പ്രഭാത സന്ദേശം കേൾക്കുന്നതിന് മുമ്പ് ഭക്ഷണമൊന്നും കഴിച്ച് കളയല്ലേ, ഓർത്തോണം. നാളെ മുതലാണ് ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.